പാർവതി തിരുവോത്താണ് വിഷയം. അപ്പൊ ഈ പാർവതിയുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഫസ്റ്റ് ബാംഗ്ലൂർ ഡേയ്സിലാണ് ഞാൻ ഇങ്ങനെ ഒരു നടീനെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ബാംഗ്ലൂർ ഡേയ്സ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നി. അതായത് അവരുടെ അഭിനയത്തിനോടും ഒരു മൊത്തത്തിൽ എനിക്ക് ഭയങ്കര ആ സമയത്തൊക്കെ ഒരു ക്രഷ് തോന്നിയിട്ടുള്ള ഒരു നടിയായിരുന്നു ഈ പാർവതി എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ചാർലി വന്ന് അപ്പോഴതിനകത്തും അടിപൊളി. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ആ ഒരു ടൈമിനകത്ത് പിന്നെ ഇവരുടെ ഒരു ഇന്റർവ്യൂകൾ അതൊക്കെ കാണുമ്പോഴത്തേക്കും ഞാൻ വിചാരിക്കണമെന്ന് പറഞ്ഞാൽ എന്തോ ഭയങ്കര കാര്യമായിട്ട് ഇവർക്ക് എന്തോ നോളജൊക്കെ ഉള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പല സമയത്തും. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ പറയുന്ന ഓരോ കാര്യങ്ങളിനകത്തും ഇങ്ങനെ എന്തൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ എനിക്ക് പല സ്ഥലത്തും തോന്നി. ഇവരുടെ അഭിനയത്തിനെ ഒന്നും ഞാൻ ഇപ്പോഴും കുറ്റം പറയാനുള്ള കാര്യം, ഇവർ ഇപ്പോൾ അഭിനയിക്കുന്ന പടങ്ങളാണെങ്കിലും എല്ലാത്തിനകത്തും നല്ല അഭിനയമാണ്. അപ്പോൾ അഭിനയത്തിനല്ല നമ്മൾ പറയുന്നത്, പക്ഷെ ഇവരുടെ റിയൽ ലൈഫിൽ ഇവർ പറയുന്ന പല കാര്യങ്ങളിനകത്തുമാണ് എനിക്ക് വിയോജിപ്പുകൾ തോന്നിയിട്ടുള്ളത്. അല്ലാണ്ട് ഇവരുടെ അഭിനയവും ആ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇവർ പക്കയാണെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയണത്, അപ്പോഴും പറയണത്. അപ്പോഴൊക്കെ നല്ല അടിപൊളിയായിരുന്നു ബാംഗ്ലൂർ ഡേയ്സ്, അതിനകത്തൊക്കെ അടിപൊളിയായിരുന്നു. ഇപ്പം ഇറങ്ങുന്ന പടങ്ങളിലാണെങ്കിൽ ഇപ്പം അധികം പടങ്ങളൊന്നും കാണാറില്ല, പക്ഷെ എന്നാലും വല്ലപ്പോഴും കാണണം. ഇപ്പം ആർക്കറിയാമെന്ന് പറഞ്ഞ് ലാസ്റ്റ് വന്ന നമ്മുടെ ബിജു മേനൻ നായകനായിട്ടുള്ള ആ പടത്തിനകത്തൊക്കെ അടിപൊളിയായിരുന്നു, അതിനകത്തും റോളൊക്കെ. അപ്പോൾ ആ അഭിനയത്തിൻ്റെ കാര്യത്തിൽ പുള്ളിക്കാരി പെർഫെക്റ്റ് ആണെന്ന് തന്നെയാണ് എനിക്ക് തോന്നണം. ഞാൻ പറയണത് ഫുൾ എൻ്റെ ഒരു ഒപ്പീനിയൻ ആയിട്ടാണ്, നിങ്ങൾക്ക് ഇപ്പോൾ വേറൊരു ഒപ്പീനിയൻ ആയിരിക്കാം. പക്ഷേ ഇപ്പോൾ ഞാനത് ഈ പാർവതിയുടെ തന്നെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു പോർഷൻ കാണാനായിട്ട് ഇടയിൽ, ഇത്രയാൾ മുമ്പ് വന്ന ഇൻ്റർവ്യൂ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പോർഷൻ കാണാനായിട്ട് ഇടയിൽ. അപ്പോൾ അതിനകത്ത് പുള്ളിക്കാരി ഈ സൂപ്പർ സ്റ്റാറിനെ പറ്റി അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർഡം അതിങ്ങനെ ഒരാൾക്ക് കിട്ടുമ്പോൾ എന്താണ് പുള്ളിക്കാരിക്ക് അതിനെ പറ്റിയുള്ള ഒരു ഒപ്പീനിയൻ പുള്ളിക്കാരി പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് കേട്ട് നോക്കിയിട്ട് നമുക്ക് ബാക്കി പറയാം. Superstardom doesn't give anything to anybody. What's your take It's on a waste this of term, time. superstar? I don't understand it. അതുകൊണ്ട് ഇപ്പോൾ ആർക്കാണ് ഇവിടെ എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുള്ളത് എനിക്ക് അറിയില്ല. അപ്പോൾ നമുക്ക് തന്നെ നിർത്തി ഓരോരോ പോർഷനായിട്ട് പറയാം. അപ്പോൾ ഈ സൂപ്പർ സ്റ്റാർഡം ആർക്കും ഒന്നും കൊടുക്കണില്ല എന്ന് പുള്ളിക്കാരി ഇവിടെ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണോ? കാര്യം സൂപ്പർ സ്റ്റാർഡം ഒരുപാട് പേർക്ക് ഒരുപാട് സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ സൂപ്പർ സ്റ്റാർ നമ്മുടെ വിജയ് ഒരു സൂപ്പർ സ്റ്റാറാണ്. പക്ഷേ നമ്മൾ മൊത്തത്തിൽ പറയുമ്പോൾ നമ്മൾ സൂപ്പർ സ്റ്റാർ ഇപ്പോൾ രജനീകാന്ത് അങ്ങനെ പറയുമെങ്കിലും പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇവരെല്ലാവരും സൂപ്പർ സ്റ്റാറാണ്. അപ്പോൾ വിജയ് ഒരു സൂപ്പർ സ്റ്റാറാണ്. അപ്പോൾ വിജയുടെ കാര്യം നോക്കുകയാണെങ്കിൽ പുള്ളി ആ ഒരു സൂപ്പർ സ്റ്റാർഡം പുള്ളിക്ക് ഉള്ളതുകൊണ്ട് പുള്ളിയുടേതായ ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ട്. പുള്ളി ഒരു പടത്തിനകത്ത് അഭിനയിക്കുമ്പോൾ ആ പടം ഇപ്പോൾ ഒരു ചെറിയ ആക്ടേഴ്സൊക്കെ അഭിനയിക്കണ അധികം ഒരു ഇതൊന്നുമില്ല, റീച്ചൊന്നും ഇല്ലാത്തൊരു പടമാണെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാർ അവിടെ വരുമ്പോഴത്തേക്കും ആ പടത്തിൻ്റെ സാധനം മാറി, ആ പടത്തിൻ്റെ റേഞ്ച് മാറി. അതേപോലെ തന്നെ സൂപ്പർ സ്റ്റാർ ആകുമ്പോഴത്തേക്കും പുള്ളിക്ക് കിട്ടുന്ന വരുമാനത്തിലും അതിൻ്റെതായ വ്യത്യാസങ്ങൾ വരും, പുള്ളിക്ക് കിട്ടുന്ന ആ ഒരു റെസ്പെക്റ്റിൽ അതിൻ്റെതായ വ്യത്യാസങ്ങൾ വരും ഉറപ്പായിട്ട്. ഇപ്പോൾ നമ്മൾ പറയും എല്ലാവർക്കും ഒരേ റെസ്പെക്റ്റ് കൊടുക്കണം എന്നൊക്കെ പറയും, പക്ഷേ അങ്ങനെയൊന്നല്ല. അതായത് ഇപ്പോൾ ഒരാൾ അയാളുടെ ഉയരത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കുന്നത്. അതേപോലെ ഒരു സൂപ്പർ സ്റ്റാർ ആകുമ്പോഴത്തേക്കും അയാൾക്ക് ഉറപ്പായിട്ട് നല്ല രീതിയിലുള്ള റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ കിട്ടും. അതേപോലെ തന്നെ ഇപ്പോൾ റവന്യൂവിനകത്താണെങ്കിലും അതേപോലെയുള്ള നല്ല വർധനവ് ഉണ്ടാവും ഈ സൂപ്പർ സ്റ്റാറൊക്കെ ആണെങ്കിൽ. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ അവർ ഒരു പടത്തിനകത്ത് അഭിനയിക്കുമ്പോൾ, അതായത് ഇപ്പോൾ ഒരു പടം മൂലം ഒരാൾ അറിയണേലും കൂടുതൽ ആ ഒരു ആൾ കാരണം ആ ഒരു പടം അറിയും. അങ്ങനത്തെ ഒരുപാട്, അതായത് ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇത് എത്ര പേർക്ക് ഡൈജസ്റ്റ് ആവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതായത് ഇപ്പോൾ നമ്മുടെ പോർച്ചുഗലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പോർച്ചുഗലിനകത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഉള്ളതുകൊണ്ടാണ് ഞാൻ എൻ്റെ കാര്യം പറയാം. എനിക്ക് പോർച്ചുഗൽ എന്ന് പറഞ്ഞ ടീം ഇഷ്ടമായതും പോട്ടെ, ആ ഒരു ടീമിനെ ഞാൻ അറിഞ്ഞതും തന്നെ, ഞാനൊരു മെസ്സി ഫാനാണ്, പക്ഷേ ആ ഒരു പോർച്ചുഗൽ എന്ന് പറഞ്ഞ ടീമിനെ അറിഞ്ഞതിന് ക്രിസ്ത്യാനോ റൊണാൾഡോ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അത് അങ്ങേരൊരു ബ്രാൻഡ് വാല്യൂ, അപ്പോൾ അങ്ങേരെ അവിടുത്തെ ഒരു സൂപ്പർ സ്റ്റാർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഒരു രീതിക്കാണ് നമ്മുടെ സിനിമയുടെ കാര്യത്തിനകത്തും വരുമ്പോൾ ഈ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ പുള്ളിക്കാർ പറയുന്നുണ്ട് അവിടെ ഒന്നും സൂപ്പർ സ്റ്റാർ കൊണ്ട് എന്താ ഗുണം, ആർക്കാ ഗുണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഗുണമുണ്ട്, നമുക്ക് ബാക്കിയല്ല. I don't know what a superstar means. If it is supposed to be influence ആണോ ഉദ്ദേശിക്കുന്നത്, ഇമേജ് ആണോ, താരാരാധന മൂത്ത് ഭ്രാന്താവുന്ന ആൾക്കാർ ഇടുന്നതാണോ എനിക്കറിയില്ല. ഈ താരാധന മൂത്ത് ഭ്രാന്താവണതിൻ്റെ കാര്യം പുള്ളിക്കാരിയോടെ പറയുന്നുണ്ട്. അത് നമ്മൾക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റാത്തൊരു പോയിന്റാണ്. കാര്യം സൂപ്പർ സ്റ്റാറുകൾ എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് ഒരുപാടായിട്ടുള്ള അന്തം ഫാനുകൾ എന്താണെങ്കിലും, അതായത് ഞങ്ങളുടെ ഈ ഒരു ഹീറോ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും ഞങ്ങളത് അനുകരിക്കും എന്ന് പറഞ്ഞ് നടക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാർ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതും നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. കാര്യം ആ ഒരു സിനിമ കണ്ട് ഇൻസ്പയർ ആവൂല എന്നൊന്നും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. എല്ലാവർക്കും സിനിമയാണെന്നും റിയാലിറ്റി ആണെന്നും മനസ്സിലാക്കാനുള്ള ബോധം ഉണ്ടെന്ന് എനിക്ക് തോന്നല്ല. എനിക്ക് കുറേ പേരൊക്കെ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇൻസ്പയർഡ് ആവും, പക്ഷെ ഇൻസ്പയർഡ് ആയിട്ട് അത് റിയൽ ലൈഫിൽ വന്ന് കാണിക്കാൻ നോക്കുമ്പോഴാണ് എല്ലാവർക്കും പണി കിട്ടാറ്. പക്ഷെ അങ്ങനെ പണി കിട്ടണത് മാത്രമല്ല, അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു പടം കാണുമ്പോൾ, എനിക്കിപ്പോൾ ഒരു പടം കാണുമ്പോഴത്തേക്ക് അതൊരു സിനിമയുടേതായ രീതിക്ക് നമ്മൾ കാണും, പക്ഷെ അങ്ങനെ കാണാത്തവരും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ താരാധന മൂത്ത് ഭ്രാന്താവണ ആ ഒരു സാധനം പറയുന്നുണ്ട്. പക്ഷെ എല്ലാ ഫാൻസും അങ്ങനെയാണെന്നും നമുക്ക് പറയാൻ പറ്റില്ല.
അതായത് ഇപ്പോൾ ഒരു ആളുടെ തന്നെ, അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ലാലേട്ടൻ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ഫാൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവരുടെ അകത്ത് തന്നെ നല്ല ഫാൻസും ഉണ്ടാവും, അതേപോലെ തന്നെ ടോക്സിക് ആയിട്ടുള്ള ഫാൻസ് ഉണ്ടാവും. ഈ ടോക്സിക് ആയിട്ടുള്ള ഫാൻസ് ആണെങ്കിൽ അങ്ങോട്ട് വെറുതെ തമ്മിൽ തല്ലി സമയം കളഞ്ഞ് അവരുടെ സമയവും അവരുടെ ജീവിതവും വെറുതെ ഇവർക്ക് വേണ്ടി വേസ്റ്റ് ആക്കണത്. ഇപ്പം ഈ ലാലേട്ടനാണെങ്കിൽ മമ്മൂട്ടി ആണെങ്കിൽ അവരെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ആരാധിക്കാം ഇൻ ദ സെൻസ് നമുക്ക് വേണമെങ്കിൽ അവരെ ഫാൻ ആവാം. പക്ഷേ എന്നും പറഞ്ഞിട്ട് നമ്മൾ അവരുടെ പേരും പറഞ്ഞിട്ട് ഇപ്പോൾ ലാലേട്ടൻ്റെ ഫാനാണെങ്കിൽ മമ്മൂട്ടീനെ കുറ്റം പറയാം, ഇപ്പം മമ്മൂട്ടിയുടെ ഫാനാണെങ്കിൽ ലാലേട്ടന് കുറ്റം പറയാം. ഇതിൻ്റെയൊക്കെ ആവശ്യം എന്തിനാണ്? അവർ ഓൾറെഡി തെളിയിച്ചതാണ് അവർ ലെജൻസ് ആണെന്ന്. അവർ ലെജൻസ് ആണെന്ന് അവർ തെളിയിച്ച് അവർ ആ ഒരു പൊസിഷനിലെത്തി. ഇവരാരും തമ്മിൽ വലിയ ശത്രുതയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഈ ലാലേട്ടനാണെങ്കിൽ മമ്മൂട്ടി ആണെങ്കിൽ അവർ തമ്മിൽ ശത്രുതയൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ ഫാൻസ് കാരണം ഇവർ തമ്മിൽ ഇല്ലാത്തൊരു ശത്രുത ഉണ്ടാക്കുന്ന ലെവലിലാണ് ഈ ഫാൻസിനെ കിടന്ന് കാണിച്ചു കൂട്ടൽ. പക്ഷേ ഇത് അവരെ ചിലപ്പോൾ ഒരു ചെറിയ അളവിലെങ്കിൽ അവരെ ബാധിക്കുന്നുണ്ടാവും എന്ന് തന്നെ നമുക്ക് പറയാം. കാര്യം ഇങ്ങനെ ഫാൻസ് കിടന്നതാകുമ്പോഴത്തേക്കും ഇപ്പം എന്നെ, അതായത് ഞാനുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടെന്ന് വിചാരിച്ചു. എൻ്റെ ആ ഒരു ഫ്രണ്ടിന് ഭയങ്കര ഫാൻസ് ഉണ്ട്, എനിക്ക് ഭയങ്കര ഫാൻസ് ഉണ്ടെന്ന് വിചാരിച്ചു. ഈ ഫ്രണ്ടിൻ്റെ ഫാൻസ് വന്നിട്ട് എന്നെ ഭയങ്കരമായിട്ട് ബുള്ളി ചെയ്യലും അതേപോലെ എന്നെ ഇട്ട് ബോഡി ഷെയിം ചെയ്യലും എന്നെ ഇട്ട് ഭയങ്കര രീതിക്ക് മോശമായിട്ട് സംസാരിക്കുകയും ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ഒരു ഇൻഡയറക്റ്റ്ലി ആണെങ്കിൽ എനിക്ക് ദേഷ്യം തോന്നുന്നത് ആ ഫ്രണ്ടിനോടാ തോന്നുള്ളൂ. ഈ ഫാൻസ് കിടന്ന് ഇങ്ങനെ കാണിക്കുന്നത് ആരുടെ പേരില്ല? ആ ഫ്രണ്ടിൻ്റെ പേരിലാണ് എന്നെ വന്ന് ഇങ്ങനെ ചെയ്യണത്. അപ്പം എനിക്കൊരു ചെറിയ അളവിലെങ്കിലും എനിക്ക് ആ ഫ്രണ്ടിനോട് ദേഷ്യം തോന്നുള്ളൂ. അപ്പം അങ്ങനെ ഒരു കാര്യം എന്തായാലും ഈ ഒരു ഫാൻസ്, ഈ അന്തം ഫാൻസ് ടീം കൊണ്ട് ഇപ്പോൾ ലാലേട്ടനാണെങ്കിൽ മമ്മൂട്ടി ആണെങ്കിൽ ഏത് സൂപ്പർ സ്റ്റാറിനാണെങ്കിൽ അതേപോലത്തെ പരിപാടികളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ വലിയൊരളവിൽ തന്നെ നല്ല രീതിക്ക് ഇവരെയൊക്കെ ഫാനായിട്ട് അവരുടെ ഡൈഹാർട്ട് ഫാനായിട്ട് നടക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അങ്ങനെ അപ്പോൾ ഈ പുള്ളിക്കാരി ഇത് പറയണ കാണുമ്പോഴത്തേക്ക് എനിക്കൊരു ജനറലൈസ് ചെയ്ത് പറയണമെന്ന ഒരു ഫീൽ കിട്ടുന്നുണ്ട്. അതായത് അവർ സൂപ്പർ സ്റ്റാർ ആയതുകൊണ്ട് അവരെ ആരാധിക്കണ എല്ലാവരും ഒരുമാതിരി അന്തം ഫാനാണ്, അതായത് പ്രാന്തന്മാരാണ്, ആ ഒരു ലെവലിലൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത്. അപ്പോൾ അതിനോട് എനിക്കൊരു വിയോജിപ്പുണ്ട്. കാര്യം എല്ലാവരും അങ്ങനെയല്ല, നല്ല ഫാൻസും ഉണ്ട്. ഓക്കെ, നമുക്ക് ബാക്കിയുണ്ടോ? പക്ഷേ എന്നെ ഇഫ് കോൾ മീ ലൈക്ക് സൂപ്പർ ആക്ടർ ഐ വിൽ ബി ഹാപ്പി ബിക്കോസ് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് സ്റ്റാർ. അപ്പോൾ ഇവിടെ പുള്ളിക്കാരി പറയുന്നുണ്ട് പുള്ളിക്കാരിനെ ഒരു ആക്ടറായിട്ട്, ഒരു നല്ലൊരു ആക്ടറായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് അത് ഇഷ്ടമാണ്. പക്ഷെ പുള്ളിക്കാരിനെ ഒരു സ്റ്റാറായിട്ട് പറയുന്നതിനോട് പുള്ളിക്കാരിക്ക് താല്പര്യമില്ല. അത് പുള്ളിക്കാരിയുടെ ഒപ്പീനിയൻ. കാര്യം പുള്ളിക്കാരി പറയണമെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിനെ അങ്ങനെ, അതായത് പുള്ളിക്കാരിക്ക് ഒരു സൂപ്പർ സ്റ്റാർ പാർവതി എന്നൊന്നും അറിയപ്പെടാനായിട്ട് താല്പര്യം ഉണ്ടാവില്ലായിരിക്കാം. അതിപ്പോൾ നമ്മൾ വിചാരിക്കണം, ഇപ്പം ഞാൻ വിചാരിക്കണം ഞാൻ നാളെ തുടങ്ങി ഒരു സൂപ്പർ സ്റ്റാർ ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ സൂപ്പർ സ്റ്റാർ ആവും? ഇല്ല, നമ്മൾ അതിൻ്റേതായ രീതിക്ക് പോയാലേ നമ്മൾ സൂപ്പർ സ്റ്റാർ ആവുള്ളൂ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ പുള്ളിക്കാരി പറയുന്നത് പറഞ്ഞാൽ പുള്ളിക്കാരിക്ക് സൂപ്പർ സ്റ്റാർ ആവാൻ താല്പര്യമില്ല. പുള്ളിക്കാരിനെ ഒരു ആക്ടർ എന്നുള്ള രീതിക്ക് വിളിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് അത് ഓക്കെയാണ്, അതിനകത്ത് പുള്ളിക്കാരി ഹാപ്പിയാണ്. അതായത് സൂപ്പർ ആക്ടറാന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി ഹാപ്പിയാണ്. അത് പുള്ളിക്കാരിയുടെ കേസ്. ഇപ്പം നമ്മൾ ബാക്കിയുള്ള സൂപ്പർ സ്റ്റാറുകൾ, അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ലാലേട്ടൻ, മമ്മൂട്ടി, വിജയ്, അങ്ങനെയുള്ള വലിയ ഇപ്പോൾ രജനീകാന്ത് അതേപോലുള്ള എല്ലാവരെയും എടുക്കണം. ഞാൻ ഇത്ര പേരെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അത്ര പേര് മാത്രമല്ല, വേറെ സൂപ്പർ സ്റ്റാറുകളുണ്ട്. അപ്പോൾ ഇവരെല്ലാവരെയും കേസ് എടുക്കണമെങ്കിൽ ഇവർക്ക് ആർക്കും ചിലപ്പോൾ ഇതിലൊരു വിഷയം ഉണ്ടാവില്ല. അവർക്ക്, അതായത് ഇപ്പോൾ ലാലേട്ടനാണെങ്കിൽ ഞാനൊരു സൂപ്പർ സ്റ്റാറാണെന്ന് വിചാരിക്കണേൽ പുള്ളിക്ക് അതിൽ ഒരു തെറ്റ് തോന്നിയിട്ടുണ്ടാവില്ല. ഇപ്പോൾ മമ്മൂക്കൊക്കെ ആണെങ്കിൽ പുള്ളിക്കാരനൊരു സൂപ്പർ സ്റ്റാറാന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിയും തെറ്റൊന്നും ഉണ്ടാവില്ല. ഈ പുള്ളിക്കാരിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് അവരും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്ന പോലെ എനിക്ക് തോന്നി ഈ ഒരു പുള്ളിക്കാരിയുടെ ഈ ഒരു വർത്താനത്തിൽ നിന്ന്. അങ്ങനെ കേട്ടപ്പോഴത്തേക്ക് എനിക്ക് ഫീൽ ചെയ്തായിരിക്കാം, ചിലപ്പോൾ എനിക്ക് മാത്രം ഫീൽ ചെയ്തായിരിക്കാം. നമുക്ക് ബാക്കി മെൻഷൻ 3 സൂപ്പർ ആക്ടേഴ്സ് ഇൻ മലയാളം. വി ഹാവ് ഫഹദ്. ഉറങ്ങിയോ? ഇല്ല. I think Asif. Okay. Rima. I would say these 3 at this point. ഓക്കെ, ഇപ്പം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരുപാട് പേരിങ്ങനെ വിമർശിച്ച് അത് കളിയാക്കി ട്രോളിയൊക്കെ പറഞ്ഞൊരു സംഭവമാണ് ഈ ലാസ്റ്റ് റിമയുടെ പേര് പറഞ്ഞ്. അതായത് ഫഹദിനെ പറഞ്ഞ്, ആസിഫിനെ പറഞ്ഞ്, പിന്നെ റിമയുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ശരി, അതിന് നമ്മൾ ഒരിക്കലും കളിയാക്കേണ്ട കാര്യമില്ല. റിമ എന്ന് പറഞ്ഞ ഒരിക്കലും മോശം ആക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. റിമ ഒരു നല്ല ആക്ടർ തന്നെയാണ്. പക്ഷേ ഏറ്റവും ടോപ്പാണോ എന്നൊക്കെ ചോദിച്ചാൽ അല്ല. പക്ഷെ എന്നാലും നമുക്കിപ്പോൾ വേറെ ആക്ടേഴ്സിനെ പറയാൻ പറഞ്ഞാൽ ഇപ്പോൾ ഈ പുള്ളിക്കാരി ഇപ്പം നോക്കണമെങ്കിൽ ബെസ്റ്റ് ആക്ടേഴ്സിനെ പറയാൻ പറഞ്ഞപ്പോൾ പിന്നെ അത് ലാലേട്ടനെ പറഞ്ഞില്ല, മമ്മൂട്ടിനെയും പറഞ്ഞില്ല, അങ്ങനെ മെയിനായിട്ടുള്ള ആരെയും പറഞ്ഞില്ല. ഫഹദിനെ പറഞ്ഞു. ഫഹദ് ഒബ്വിയസ്ലി നല്ല നടനാണ്, ആസിഫും നല്ല നടനാണ്, റിമയും നല്ല നടിയാണ്. പക്ഷെ ഇവരാണോ ടോപ്പ് എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ എൻ്റെ ഫേവറേറ്റ്സ് ഇവരല്ല. ഫഹദ് എൻ്റെ ഫേവറേറ്റിനകത്തുള്ളത്, ബാക്കി രണ്ടുപേരും എൻ്റെ ഫേവറേറ്റിനകത്തുള്ളവരല്ല. പക്ഷേ ഇപ്പം അന്നും പറഞ്ഞിട്ട് നമുക്ക് പുള്ളിക്കാരനെ ആ ഒരു പേരിൽ കുറ്റം പറയാൻ പറ്റില്ല. പുള്ളിക്കാരിയുടെ ഇഷ്ടമാണ്, പുള്ളിക്കാരിക്ക് ആരെ ഇഷ്ടപ്പെടണം ആരെ ഇഷ്ടപ്പെടണ്ട എന്നൊക്കെ പുള്ളിക്കാരിയുടെ ഇഷ്ടമാണ്. അതുകൊണ്ട് പുള്ളിക്കാരിനെ നമുക്ക് ആ ഒരു പേരും പറഞ്ഞ് കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പോൾ കുറേ പേര് ഞാൻ കമൻറ്റ് ബോക്സിനകത്തുണ്ട് റിമ പറഞ്ഞപ്പോൾ പോയിന്ന്, അതായത് ഫഹദും ഓക്കെ, അതായത് ആസിഫും ഓക്കെ, പക്ഷേ റിമ പറഞ്ഞപ്പോൾ പോയി. അത് ചിലപ്പോൾ പറയാൻ കാര്യം ഒന്നാണെങ്കിൽ റിമ ഈ പുള്ളിക്കാരിയുടെ ഫ്രണ്ട് ആയതുകൊണ്ട് പറഞ്ഞെന്നുള്ള രീതിക്കൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ആയിരിക്കാം പുള്ളിക്കാരിയുടെ ഫ്രണ്ട് ആയതുകൊണ്ടായിരിക്കാം റിമയുടെ പേര് പറഞ്ഞത്. പക്ഷേ
പുള്ളിക്കാരിയുടെ ഇഷ്ടമല്ലേ, പുള്ളിക്കാരി ആരെ ഇഷ്ടപ്പെടണം, ആരുടെ പേര് പറയണമെന്നൊക്കെ പുള്ളിക്കാരിയുടെ ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. ഇപ്പം നമുക്ക് പറയാൻ പറ്റുമോ നിങ്ങൾ മോഹൻലാലിൻ്റെ പേര് പറയണം, നിങ്ങൾ മമ്മൂട്ടിയുടെ പേര് പറയണം, നിങ്ങൾ ഇന്നയാളുടെ പേര് പറയണം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അവരുടെ ഇഷ്ടമാണ്. അവർക്ക് സംസാരിക്കാനായിട്ടുള്ള സ്ഥലത്ത് അവർക്ക് തോന്നിയത് അവർ പറഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഇത്രയൊക്കെ തോന്നി. അപ്പോൾ ഈ സൂപ്പർ സ്റ്റാറിൻ്റെ കാര്യം അതായത് ഇവർക്ക് സൂപ്പർ സ്റ്റാറിന് ഇഷ്ടമല്ലെങ്കിൽ ഇവരത് പറയാം. അതായത് എനിക്ക് പേഴ്സണലി സൂപ്പർ സ്റ്റാർഡം അതിനോട് താല്പര്യമില്ല എന്ന് പറയാം. പക്ഷെ എന്നും പറഞ്ഞ് സൂപ്പർ സ്റ്റാർഡം അപ്പോൾ ഈ ഫാൻസ് ഫുള്ളൊരു ഭ്രാന്തന്മാരാണ് എന്നുള്ള രീതിക്ക് അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. അതെനിക്ക് പറഞ്ഞതിനോട് എനിക്ക് ഇപ്പോഴും വിയോജിപ്പ് തന്നെ. പുള്ളിക്കാരി അതായത് ഫാൻസ് എല്ലാവരും ജനറലൈസ് ചെയ്ത് പറയുന്ന ഒരു സാധനം എനിക്ക് അടിച്ച്, അതുകൊണ്ടാണ് ഞാൻ പറയണത്. ഫാൻസ് എല്ലാവരും ഈ ഒരു ഭ്രാന്തന്മാരാണെന്നുള്ള രീതിക്ക് അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. എല്ലാത്തിൻ്റെ ഇടയ്ക്കും ടോക്സിക് ഉണ്ട്. അപ്പം നമുക്ക് ഒരിക്കലും അങ്ങനെ ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. എല്ലായിടത്തും ടോക്സിക്കും ഉണ്ട്, നല്ലതും ഉണ്ട്. അപ്പോൾ നമുക്ക് അത് വേർതിരിച്ച് നല്ലതിനെ മാത്രം നമ്മൾ നോക്കിയാൽ ഈ ടോക്സിക് അത് കിടന്ന് കുറച്ചിട്ടിരിക്കുക, അത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അത് അങ്ങനെ തന്നെ അതിൻ്റെ വഴിക്ക് വിടുന്നത് നല്ലത്. അപ്പോൾ എനിക്ക് ഇത്ര തന്നെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ പറയാൻ തോന്നി. അതൊരു ചെറിയൊരു വീഡിയോ കണ്ടപ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് പറയണമെന്ന് തോന്നി, അപ്പോൾ വന്ന് പറഞ്ഞതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട മാത്രം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരിക്കും ടാറ്റാ ബൈ ബൈ, സീ യു.